2016 മുതൽ 2021 വരെ രാജ്യസഭാ അംഗമായിരുന്ന പ്രശസ്തനായ മലയാള ചലച്ചിത്ര അഭിനേതാവാണ് സുരേഷ് ഗോപി. 1965 ഓടയിൽ നിന്നെന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ച സുരേഷ് ഗോപി 1986 റിലീസായ ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി. 1994 റിലീസായ കമ്മീഷണർ എന്ന സിനിമയുടെ വിജയത്തോടെ സുരേഷ് ഗോപി സൂപ്പർ താര പദവിയിലെത്തി. 1958 ജൂൺ 26 ജ്ഞാനലക്ഷ്മിയുടെയും ഗോപിനാഥൻ പിള്ളയുടെയും മകനായി കൊല്ലം ജില്ലയിൽ ജനനം. സുഭാഷ്, സുനിൽ, സനൽ എന്നിവർ സഹോദരങ്ങളാണ്. അച്ഛൻ ഗോപിനാഥൻ പിള്ള സിനിമാ വിതരണ കമ്പനി നടത്തിയിരുന്നു. 1965 7ാമത്തെ വയസ്സിൽ K.S. സേതുമാധവൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്നെന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സുരേഷ് ഗോപി കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജിൽ നിന്നും സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. 1984 നിരപരാധി എന്ന തമിഴ് സിനിമയിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ച് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചു. 1985 വേഷം എന്ന തമിഴ് സിനിമയിലും അഭിനയിച്ചു. 1986 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തെത്തി. 1986 രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായി. 1986 പുറത്തിറങ്ങിയ പൂവിന് പുതിയ പൂന്തന്നൽ, സായം സന്ധ്യ എന്നീ സിനിമകളിൽ മമ്മൂട്ടി നായകനും സുരേഷ് ഗോപി വില്ലനുമായാണ് അഭിനയിച്ചത്. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. 1987 റിലീസായ മോഹൻലാൽ ചിത്രമായ 20ാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ വില്ലൻ വേഷം സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി. 1980കളുടെ അവസാനത്തിൽ ജനുവരി ഒരു ഓർമ്മ, ന്യൂഡൽഹി, ഭൂമിയിലെ രാജാക്കന്മാർ, അനുരാഗി, ആലിലക്കുരുവികൾ, മൂന്നാം മുറ, ഒരു വടക്കൻ വീരഗാഥ, 1921, ദൗത്യം എന്നിങ്ങനെ നിരവധി സിനിമകളിൽ വില്ലനായും ഉപനായകനായും വേഷമിട്ടു. മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായി മാറി. 1990കളുടെ തുടക്കം മുതലാണ് സുരേഷ് ഗോപി നായകനായി അഭിനയിക്കാൻ തുടങ്ങിയത്. രഞ്ജി പണിക്കർ തിരക്കഥ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സുരേഷ് ഗോപി നായകനായിട്ട് അഭിനയിച്ച തലസ്ഥാനം 1992 വൻ വിജയം നേടിയതോടെയാണ് സുരേഷ് ഗോപി നായക പദവിയിലേക്ക് ഉയർന്നത്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി കൂട്ടുകെട്ടുകളിൽ പിറന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഏകലവ്യൻ, മാഫിയ, കമ്മീഷണർ എന്നീ സിനിമകൾ ഈ കൂട്ടുകെട്ടിൽ വൻ വിജയം നേടിയവയാണ്. കമ്മീഷണർ സിനിമയുടെ വിജയത്തോടെ സുരേഷ് ഗോപി സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നു. മലയാള സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്ക് ശേഷം ആ വിശേഷണം ലഭിക്കുന്ന മൂന്നാമത്തെ താരമായി സുരേഷ് ഗോപി മാറി. പോലീസ് വേഷങ്ങളിലുള്ള സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല പ്രകടനമായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ ഒരു ഘടകം. ആക്ഷൻ സിനിമകളാണ് കൂടുതൽ ചെയ്തതെങ്കിലും മറ്റ് സിനിമകളിൽ അദ്ദേഹം നല്ല അഭിനയം കാഴ്ചവെച്ചു. 1997 ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലെ പെരുമലയൻ എന്ന കഥാപാത്രം 1997 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. ആ വർഷം തന്നെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും സുരേഷ് ഗോപിക്ക് ലഭിച്ചു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഇതുവരെ ഏകദേശം 350ഓളം സിനിമകളിൽ അഭിനയിച്ചു. 2016 രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് 5 വർഷം സിനിമയിൽ നിന്ന് ഒഴിവായി നിന്നെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം 2021 നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത കാവൽ എന്ന സിനിമയിലൂടെ മലയാളത്തിൽ തിരിച്ചെത്തി. 2022 രാജ്യസഭാ കാലാവധി പൂർത്തിയായതോടെ വീണ്ടും സിനിമകളിൽ സജീവമായി. നല്ലൊരു ഗായകൻ കൂടിയായ സുരേഷ് ഗോപി ഏഷ്യാനെറ്റിൽ നിങ്ങൾക്കുമാവാം കോടീശ്വരൻ എന്ന പരിപാടിയുടെ അവതാരകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി ആലപിച്ച ഗാനങ്ങൾ: ഒരു പ്രണയവർണ്ണങ്ങൾ 1998 ഒരു കുലപ്പൂ പോലെ എന്ന ഗാനം, 2000 ഇറങ്ങിയ പൈലറ്റ്സ് ദൂരെ പൂപ്പമ്പരം എന്ന ഗാനം, 2000 ഇറങ്ങിയ സത്യമേവ ജയതേ അതിൽ അമ്പിളിപ്പൂ പെണ്ണിനും എന്ന ഗാനം, 2003 തില്ലാന തില്ലാന ഷാബി ബേബി ഷാരൂൺ ബേബി എന്ന ഗാനം, 2010 ഇറങ്ങിയ കന്യാകുമാരി എക്സ്പ്രസിൽ ചിലമ്പൊലിയുടെ കലാപം നീളെ എന്ന ഗാനം എന്നിവയാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിനെ പ്രതിനിധീകരിച്ച് NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് 75,000-ൽ പരം വോട്ടുകൾ നേടി വിജയിച്ച അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു വരുന്നു.